അല്ല നിർമ്മലാമ്മേ, അത് ഒരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, വേറെ ആരും കേൾക്കണ്ട. നിങ്ങൾ കാട്ടിയത് ഒരുമാതിരി ചിറ്റമ്മ നയാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഊഞ്ഞാല ഊഞ്ഞാല ആക്കി 73,000 കോടി ചോദിച്ചപ്പോ വെറും 32 കോടി തന്ന് മുറിവിലെ ഉപ്പ് അങ്ങോട്ട് പുരട്ടി. നിങ്ങളുടെ എച്ചിൽ തിന്നാൽ മാത്രം ഗതികേടിലല്ല കേരളം എന്ന് ഓർത്താൻ നന്ന്. ഞാൻ പറയുന്നതല്ല കേട്ടോ, നികുതി തരുന്ന ജനം പറയുന്നതാ. ആ കിട്ടിയില്ലേ? അല്ല, നിങ്ങൾ കണ്ടല്ലേ, പടച്ചോനാണ് മുത്തുമോനെ ആരോട് പറയുന്നത് കേട്ടോ. ആ ഇതാ കണ്ടില്ലേ, പ്രധാന ഭാഗമായ എല്ല് നമുക്കുള്ളതാ കേരളത്തിനെ. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് 2025 ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. എങ്ങനെയുണ്ട് സുരേന്ദ്രൻജി? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയായില്ലേ? ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. അതാണ് പണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, കേട്ടില്ലേ? അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 1 ഇരട്ടിയോ 2 ഇരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. സുരയ്ക്ക് തൃപ്തിയായി. അല്ല, അതങ്ങനെയാണല്ലോ. യജമാനൻ ചവച്ചരച്ച് തുപ്പിയത് തിന്ന് ശീലിച്ചവർക്ക് ഒരു എല്ല് എന്നൊക്കെ പറഞ്ഞ സുഭിക്ഷ ഭക്ഷണാണേ. ആകെ കിട്ടിയിട്ട് ആ പാലക്കാട്